നേപ്പാളികൾക്കില്ലേ ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്, നിങ്ങൾക്കറിയോ? വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തിറങ്ങുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നേപ്പാളികൾ വിളിക്കുന്നത് കുമാരി എന്നാണ് കേട്ടോ. അപ്പം കൈസേ ആദർശാണ്. അപ്പം നമ്മളിന്ന് നമ്മുടെ മലയാളി സുഹൃത്തുക്കളും നേപ്പാളി സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് പുറത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാട്ടാ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം പോയ സ്ഥലം തന്നെയാണ്. എന്നാലും എത്ര കണ്ടാലും മതി വരാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും അങ്ങടേക്ക് തന്നെ പോയി. യോധ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ സ്വയംഭൂനാഥ് മങ്കി ടെമ്പിളിലേക്കാണ് ഇന്ന് പോയത്. ഒരു പ്രാവശ്യം യോധയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ അങ്ങടേക്ക് എൻ്റെ മനസ്സ് പോയില്ല. പക്ഷേ ഈ കാണുന്ന ഈ സ്ഥലം ഇവിടെ എൻ്റെ മനസ്സുടക്കിയതാ. ജീവിക്കുന്ന ദൈവം നേപ്പാളികളുടെ. എനിക്കത് കേട്ടിട്ട് എന്തോ പോലെയായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ അറിയാനും കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ കാണുന്നവരോടെല്ലാം ചോദിച്ച് കുറേ അറിഞ്ഞു. അതേ കൈസേ, ജീവിക്കുന്ന ദൈവം നേപ്പാളികളുടെ ഒരു കുഞ്ഞു കുട്ടിയാണ് കൈസേ. കൊല്ലത്തിലൊരിക്കൽ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. ഇടയ്ക്ക് ഈ ജനലിലൂടെയൊക്കെ അവർ നോക്കി പുറത്തേക്ക് ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. നേവാർ സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടിക്കാണ് ഇതാവാനായിട്ട് കഴിയുന്നത്. അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ല. ഇന്ദ്രയാത്ര എന്ന് പറയുന്ന ആ ദിവസം മാത്രമേ ആ ദൈവം പുറത്തിറങ്ങുകയുള്ളൂ. അപ്പോൾ ആ ദിവസം തന്നെ അടുത്ത് വരുന്നുണ്ട്. സെപ്റ്റംബർ 6-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അന്ന് പോയി കാണണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ അപ്പം തന്നെ ഗൂഗിൾ എടുത്ത് നോക്കിയിട്ടാ. ഗൂഗിൾ അമ്മച്ചി പറയുന്നത് ഇതാണ് ആ കുട്ടി എന്നാണ്, അതായത് കുമാരി. ഇവർ ഈ ദൈവത്തെ കുമാരി എന്നാണ് വിളിക്കുന്നത്. ഈ കുട്ടിയാണ് നേപ്പാളികളുടെ ജീവിക്കുന്ന ദൈവം. ഈ കുമാരിയെക്കുറിച്ച് അറിഞ്ഞതിന് പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാനും ആ ദൈവത്തെ കാണാനും അതിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ കൂടുതലൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കൂടുതൽ കൂട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. ഞാൻ കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഈ സെപ്റ്റംബർ 6-ാം തീയതി പോയാൽ ഇത് കാണാനും പറ്റുമെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പോകും, നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളും എൻ്റെ കൂടെയൊക്കെ, നിങ്ങൾക്കും ആ ക്യൂരിയോസിറ്റി വന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യോധയുടെ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മച്ചാന് ലാലേട്ടൻ കയറി. അങ്ങനെ നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസും എടുത്ത് ഇന്നത്തെ യാത്ര അങ്ങനെ അവസാനിപ്പിച്ചു. ഇങ്ങനെ നേപ്പാളിലെ പുതിയ രുചികളും സ്ഥലങ്ങളും തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാട്ടാ. എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.